ഹായ് ഹലോ ഫ്രണ്ട്സ്, പൂക്കൾ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവില്ല അല്ലേ? ഇത് നോക്കിയേ, എന്ത് മനോഹരമായ പൂക്കളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ കാനഡയിലുള്ള തുളുപ്പ് ഫീൽഡ് ഇല്ലേ, അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ദുബായിൽ തന്നെ ഒരു സ്ഥലം. ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം കണ്ടാൽ ഞാൻ ഞെട്ടി കേട്ടോ. ഇത്രയും മനോഹരമായ സ്ഥലം ഞാൻ സത്യത്തിൽ ദുബായിൽ കണ്ടിട്ടില്ല. മിറാക്കിൾ ഗാർഡനിൽ പോയിട്ടുണ്ട്, പക്ഷേ എന്നാലും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇവിടെ. ഇതൊരു പാർക്ക് പോലെയാണ്, നല്ല ഭംഗിയായിട്ട് ആ ഒരു ഏരിയ ഫുൾ നോക്കി എന്ത് രസമാണെന്ന് നോക്കിയാൽ. പല കളറിലെ പൂക്കൾ ഇങ്ങനെ നിരത്തി പിടിപ്പിച്ച് വെച്ചിരിക്കുക, നല്ല മനോഹരം. നമുക്ക് ഒരു ഈവനിങ് ഫാമിലിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ അടുത്ത് തന്നെ കുട്ടികൾക്ക് പറ്റിയൊരു പാർക്കും ഉണ്ട്. അതുപോലെ തന്നെ നിറയെ വാക്ക് വേസ് ഉണ്ട്. നമുക്ക് സൈക്ലിംഗ് ചെയ്യണമെങ്കിൽ സൈക്ലിംഗ് ചെയ്യാം, ജോഗിങ് ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം, വാക്കിംഗ് വേണമെങ്കിൽ അത് ചെയ്യാം. അതല്ല കുട്ടികൾക്ക് പാർക്കിലാണ് കളിക്കണമെങ്കിൽ അതിനുള്ള ഇടവും ഇവിടെയുണ്ട്. അതിമനോഹരമാണ് ഇത് കാണാൻ കേട്ടോ. നേരിട്ടുള്ള കാഴ്ചയുടെ അത്രയും ഭംഗിയൊന്നും വീഡിയോയിലില്ല, എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. എനിക്കിവിടെ പോയിട്ടാണെങ്കിൽ തിരിച്ച് വരാനേ തോന്നിയില്ല, അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലം. നോക്കി അതിൻ്റെ സൈഡിലൊക്കെ ഫുൾ പച്ചിപ്പ്. ആ പച്ചയുടെ അടുത്ത് തന്നെ ഇത്രയും മനോഹരമായ പൂക്കൾ, പല കളറുള്ള പിങ്ക് കളർ പൂക്കൾ, റോസ് കളർ പൂക്കൾ, വൈറ്റ് കളർ പൂക്കൾ, വയലറ്റ് കളർ പൂക്കൾ, അങ്ങനെ എന്ത് മനോഹരമാണെന്ന് നോക്കി. എത്ര നീറ്റാണ് ഈ സ്ഥലം. ഞാൻ ഒരു വൈകുന്നേരം ടൈമിലൊക്കെയാണ് കേട്ടോ എത്തിയത്, ഒരു 4:30-5 മണി ആ ടൈമിലൊക്കെ ആയിരിക്കും. അപ്പം ഇളം വെയിലും കൂടെ വന്നപ്പോൾ അതിമനോഹരമാണ് ഇവിടെ കാണാൻ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിന് വളരെയധികം കുളിർമയും ഒരു റീഫ്രഷ്നെസ്സൊക്കെ തോന്നാൻ വളരെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ മനസ്സ് തണുക്കാൻ വേറെ ഒന്നും വേണ്ട, അത്രയ്ക്ക് റീഫ്രഷിംഗ് ആണ് ഈ സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇത് ദുബായിലുള്ള കവനീജ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഖുറാനിക് പാർക്കാണ് കേട്ടോ. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട്. ഇത് കണ്ടോ, ഞാൻ ഇങ്ങനെ ചുറ്റി കാണിച്ചു തരാണ്. എൻ്റെ ബാക്ക് സൈഡിൽ ഫുൾ കേട്ടോ, അവിടെ ഫുൾ നല്ല ഭംഗി അത് കാണാൻ. ശരിക്കും പറഞ്ഞാൽ വീഡിയോകൾ നേരിട്ട് കാണുന്ന അത്രയും ഭംഗിയില്ലാന്ന് തോന്നുന്നു, അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ ഇതിനകത്ത് ഓരോ ഭാഗങ്ങളും കാണാൻ. എത്ര വീഡിയോ എടുത്താലും നമുക്ക് മതിയാവില്ല, അത്രയ്ക്ക് മനോഹരമാണ്. ഫാമിലി കുട്ടികൾക്കൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്നും കൂടെ കാണാം. ഇവിടെ ഈ വാക്ക് വേ കണ്ടില്ലേ, നമുക്ക് ശരിക്കും ഈവനിങ് വാക്കിനൊക്കെ വരാൻ പറ്റിയ നല്ല സ്ഥലം തന്നെയാണ് കേട്ടോ. ഒരുപാട് ഫാമിലീസ് ഇവിടെ വരാറുണ്ട്. പിന്നെ ഇതുപോലെ ഇവിടെ കാണാനുള്ള ഒരു ഖുറാനിക് കേവ് എന്ന് പറഞ്ഞാൽ, ആ കേവിൽ ഞാൻ കയറിയില്ല. ആ കേവിലും പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. ആ ഗ്ലാസ് ഹൗസിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാമേ. അവിടെ രണ്ടിടത്ത് മാത്രമാണ് എൻട്രി ഫീ ഉള്ളത്. ഈ പാർക്കിലും ഈ പൂക്കളുടെ അടുത്തും ഇവിടെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വന്ന് കാണാവുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലാസ് ഹൗസ്. അതിൻ്റെ അകത്ത് ഒരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്നുള്ളത് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, എല്ലാവരും എൻജോയ് ചെയ്തോ? എല്ലാവർക്കും പൂക്കൾ ഇഷ്ടം തന്നെയല്ലേ അല്ലേ? നല്ല മനോഹരമായൊരു വീഡിയോ അല്ലേ ഇത്. എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വീഡിയോ നിർത്താം അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് തരണേ. അപ്പോൾ നമ്മളുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വരുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പം അതിമനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.